പലരും എന്നോട് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു സംശയമാണ്. എൻ്റെ പരിചയത്തിൽ ഒരാൾക്ക് ഇതേ ക്യാൻസർ ആയിരുന്നു. പക്ഷെ അവർക്ക് അന്ന് കിട്ടിയതും എനിക്ക് കിട്ടുന്നതും ചികിത്സ വളരെ വ്യത്യാസമാണ്. ഇതിലൊന്ന് തെറ്റോ ഒന്ന് ശരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വ്യത്യാസമായിട്ട് ഇരിക്കുന്നതെന്ന്. ഞാൻ ഡോക്ടർ ആർവി, ഞാൻ ഓൺകോളജിസ്റ്റാണ്. ഇന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പേര് മാത്രമല്ല, അത് ഓരോ രോഗിക്കും ക്യാൻസറിൻ്റെ ഓരോ വേർഷനായിട്ടാണ് വരിക. ആ വേർഷനെയാണ് നമ്മൾ ചികിത്സിക്കുക. ക്യാൻസറിൻ്റെ ചികിത്സയിൽ ഒന്ന് സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സർജറിയോ അല്ലെങ്കിൽ റേഡിയേഷനോ അത് മാത്രം മതിയാവും. പക്ഷെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്, കുറച്ചും കൂടെ കൂടിയ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ സർജറി അല്ലെങ്കിൽ റേഡിയേഷന് കൂടാതെ അല്ലെങ്കിൽ അത് പറ്റാത്തവർക്ക് കീമോയോ അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള വേറെ പല ചികിത്സയും വേണ്ടി വരും. അതേപോലെ സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് ചികിത്സയിലും വ്യത്യാസമുണ്ട്. പിന്നെ ഈ സ്റ്റേജ് മാത്രമല്ല, ഒരേപോലെ ഇരിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഒരേ സ്റ്റേജ് ഒരേ ഭാഗത്താണെന്നുണ്ടെങ്കിലും അത് ബിഹേവ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അതിൻ്റെ ബയോളജി എന്ന് പറയും. അതിന് പല മാർക്കേഴ്സാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഓരോ പേഷ്യൻസിന് വേണ്ട മരുന്നും ഓരോ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, പല പേഷ്യൻസിനും പല മരുന്നുകൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതികളും വ്യത്യാസമാണ്. ചില പേഷ്യൻസിന് ചില മരുന്നുകൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേറെ പല അസുഖങ്ങളുണ്ടാവും. പിന്നെ അവരുടെ ആരോഗ്യനില, അവരുടെ വയസ്സ്, അതെല്ലാം നോക്കി വേണം നമ്മളൊരു കീമോ മരുന്ന് അല്ലെങ്കിൽ ഒരു ചികിത്സ, ക്യാൻസർ ചികിത്സ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മരുന്നും ഒരേപോലെ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ എല്ലാ മരുന്നും ഒരേപോലെ അവൈലബിൾ ആവണമെന്നില്ല ഇന്ത്യയിൽ. അപ്പം നമുക്ക് നമ്മളുടെ അവൈലബിളായ മരുന്നുകളും അഫോർഡബിൾ ആയിട്ടുള്ള മരുന്നുകളും വെച്ചിട്ട് വേണം നമ്മൾ ചികിത്സ ടൈലർ ചെയ്യാൻ. അപ്പം എപ്പോഴും നമുക്ക് ഒരേ രോഗത്തിന് ചികിത്സ എടുക്കുന്ന രണ്ട് പേഷ്യൻസിന് രണ്ട് തരം ട്രീറ്റ്മെൻറ്റ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തെറ്റോ ഒന്ന് ശരിയോ എന്നില്ല. ഓരോന്നും നമ്മുടെ പേഷ്യൻറ്റിന് പേഴ്സണലൈസ് ചെയ്ത് ടൈലർ ചെയ്താണ് അവരുടെ ഓൺകോളജിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. സോ ആ കാര്യം ഓർത്ത് ആരും പേടിക്കേണ്ട. നിങ്ങളുടെ ഓൺകോളജിസ്റ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനായിരിക്കും എപ്പോഴും സജസ്റ്റ് ചെയ്യുക.